വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ്, ദോഹ, ഖത്തർ. അധ്യായം 359. പുസ്തകങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും. ആശയങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് മനുഷ്യഹൃദയങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഷിപുരണ്ട അക്ഷരങ്ങളെ കോർത്തിണക്കിയ സുന്ദരമായ പൂന്തോട്ടമാണ് ഓരോ പുസ്തകവും. പൂന്തോട്ടത്തിലെന്ന പോലെ വ്യത്യസ്തമായ നിറങ്ങൾ, സുഗന്ധങ്ങൾ, അനുഭൂതികൾ, കാഴ്ചകൾ തുടങ്ങി ആസ്വാദനത്തിന്റെ വൈവിധ്യ തലങ്ങളിലേക്കാണ് ഓരോ പുസ്തകവും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചിന്തയുടെയും ഭാവനയുടെയും അനന്ത സാധ്യതകൾ തുറന്നു തരുന്ന പുസ്തകങ്ങൾ സ്വപ്നങ്ങളുടെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് വായനക്കാരനെ ഉയർത്തും. ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചിന്തകളുമൊക്കെ ജീവിതം കൂടുതൽ സാർത്ഥകമാക്കും. അതുകൊണ്ടാണ് പുസ്തകങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകുമെന്ന് പറയുന്നത്. ഒരു പുസ്തകം ആദ്യം വായിക്കുമ്പോൾ നാം ഒരു പുതിയ കൂട്ടുകാരനെ സമ്പാദിക്കുന്നു. പിന്നീട് വായിക്കുമ്പോൾ ആ സുഹൃത്തിന് വീണ്ടും കണ്ടുമുട്ടുന്നുവെന്നാണ് പറയുക. ഓരോ പുസ്തകം വായിക്കുമ്പോഴും നവ്യമായ അനുഭൂതികളാണ് ഓരോ വായനക്കാരനും കൈവരുന്നത്. അറിവിന്റെ ആഴിയിലേക്ക് ആഴ്ന്നിറങ്ങാനും തിരിച്ചറിവിന്റെയും വിവേകത്തിന്റെയും നിലവാരത്തിലേക്ക് ഉയരാനും പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും. മനുഷ്യനെ വളർത്തുന്നതിലും അവനെ വിവരമുള്ളവനാക്കുന്നതിലും വായനയ്ക്കുള്ള പങ്ക് നിസ്സാരമല്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്ന കുഞ്ഞുണ്ണിമാഷിന്റെ ശ്രദ്ധേയമായ വരികൾ ഈ ആശയമാണ് അടയാളപ്പെടുത്തുന്നത്. വായന നൽകുന്ന ഭാവനയുടെ അനുഭൂതി ഒരു കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിനും നൽകാനാവില്ല. ശരീരത്തിന് ഭക്ഷണം എത്രമേൽ ആവശ്യമാണോ അത്രമേൽ മാനസിക വളർച്ചയ്ക്കും തിരിച്ചറിവിനും പുസ്തക വായനയും അനിവാര്യമാണ്. സാധാരണയായി പുസ്തകമെഴുത്തിന്റെ ഉപകരണമാണല്ലോ പേന. അതുകൊണ്ടാണ് പേന എടുക്കുകയെന്നത് തന്നെ ഒരു പോരാട്ടമാണെന്നാണ് വോൾട്ടയർ പറഞ്ഞു വെച്ചത്. വെടിയുണ്ടകളെക്കാൾ നെപ്പോളിയൻ ഭയപ്പെട്ടിരുന്നത് അക്ഷരങ്ങളെയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ചരിത്രത്തിലെ പല ഏകാധിപതികളും എഴുത്തുകാരെയും പുസ്തകങ്ങളെയും ഭയപ്പെട്ടിരുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന ജർമ്മൻ നാടകകൃത്തും കവിയുമായ ബെർത്തോൾ ബ്രഹത്തിന്റെ വാക്കുകൾ വായനയും എഴുത്തും മനുഷ്യജീവിതത്തെ നവീകരിക്കുന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ്. ഒരു പുസ്തകം തുറക്കുന്നത് എപ്പോഴും ലാഭമുണ്ടാക്കുകയേയുള്ളൂവെന്ന ചൈനീസ് പഴമൊഴിയും നാം ഓർക്കണം. പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. പുസ്തകങ്ങൾ ധാരാളമുള്ള വീട് പൂക്കൾ നിറഞ്ഞ ആരാമം പോലെയാണ്. ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും, മറ്റു ചിലതാകട്ടെ ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. എന്തെല്ലാം നമ്മെ കൈവെടിഞ്ഞാലും നല്ല ഗ്രന്ഥങ്ങൾ നമ്മുടെ വഴികാട്ടികളായിരിക്കും തുടങ്ങിയ പ്രമുഖരുടെ ഉദ്ധരണികൾ വായനയുടെയും പുസ്തകങ്ങളുടെയും പ്രാധാന്യമാണ് അടയാളപ്പെടുത്തുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയുള്ള ഓരോ യാത്രയാണ് ഓരോ വായനയും. മനുഷ്യരെ പോലെ തന്നെ പുസ്തകങ്ങൾക്കും ഒരേ സമയം വിവിധ മുഖങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അവയെ തുറന്നിട്ട കാഴ്ചകളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും സമീപിക്കുമ്പോഴാണ്. എഴുത്തുകാരനെ പോലെ തന്നെ വായനക്കാരനും കൃതികളെ സാമൂഹിക അന്തർധാരയുടെ നാനാർത്ഥങ്ങളിലൂടെ ഉൾക്കൊള്ളുക എന്ന മഹത്തായ ദൗത്യമുണ്ട്. വായനയിലെ ആനന്ദം പൂർണ്ണമാകുന്നത് പുസ്തകത്തിലൂടെ പുറം ലോകം അറിയുമ്പോഴാണ്. വായനക്കാരന്റെ ആത്മാവിലേക്ക് തുറന്നിടാൻ നമ്മുടെ ഓരോ വായനാമുറിക്കും ഓരോ പുസ്തകയാത്രയ്ക്കും ഇനിയും ഒരുപാട് ജാലകങ്ങൾ വേണം. നമ്മുടെ വ്യാഖ്യാനങ്ങൾ ആ കിളിവാതിൽ കാഴ്ചകളുടെ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും ഉൾക്കൊള്ളുന്നതാവട്ടെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. അക്ഷരങ്ങളും പുസ്തകങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥ? പുസ്തക വായനയിലൂടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട, ചരിത്രത്തിലെമ്പാടുമായി ചിതറിക്കിടക്കുന്ന വ്യക്തികളുടെ കഥകൾ അനവധിയാണ്. അറിവിന്റെ പുത്തൻ ചക്രവാളങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണത്തിൽ വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുവാൻ സഹായിക്കുന്നത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവൻ സ്വയം സ്നേഹിക്കുന്നു, പുസ്തകങ്ങളെ വെറുക്കുന്നവൻ സ്വയം വെറുക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്കോട്ടിഷ് കുടിയേറ്റക്കാരനും ദരിദ്രനുമായ ആൻഡ്രൂ കാർണഗീന്റെ ജീവിതം അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഒരു കാലത്ത് ശോചനീയമായിരുന്ന തന്റെ ജീവിതഗതി മാറ്റിമറിച്ചതിന് ഹേതുവായ ഒരു സൗജന്യ ലൈബ്രറിയെ അദ്ദേഹം ജീവിതത്തിലുടനീളം പ്രശംസിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ വലിയ സമ്പത്ത് സമ്പാദിച്ച ശേഷം അതിന്റെ 90% അദ്ദേഹം ദാനം ചെയ്തു. അത് തനിക്കായി സ്മാരകങ്ങൾ പണിയാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പൈതൃകത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഇനി വരും തലമുറകൾക്ക് അറിവിന്റെ വാതിലുകൾ തുറക്കാൻ വേണ്ടിയായിരുന്നു. പുസ്തകങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിക്കുക പുസ്തകങ്ങളെ ഒരു ഉപകരണമായി അല്ല, ഒരു സ്നേഹിതനായി,
ഉപദേശകനായി ആത്മസുഹൃത്തായി കാണുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. പുസ്തക വായന ഒരു ശീലമാകുമ്പോൾ അത് വായനക്കാരോടൊപ്പം സംസാരിക്കുന്ന പോലെ തോന്നും. കാരണം ഓരോ പുസ്തകവും ഓരോ ജീവിതാനുഭവമാണ്. പരന്ന വായനയിലൂടെ ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും വിപുലമായ അറിവും കാഴ്ചപ്പാടും ഉണ്ടാകുന്നതിനുമപ്പുറം മനസ്സ് കൂടുതൽ സഹാനുഭൂതിയുള്ളതാവുകയും അത് സാന്ത്വനവും പ്രചോദനമാവുകയും ചെയ്യുന്നു. ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിലും കൂട്ടായ്മ നൽകുന്ന പുസ്തകം ജീവിതത്തിലെ നിശബ്ദ നിമിഷങ്ങളിൽ പോലും നമ്മെ ഒറ്റയ്ക്കാക്കില്ല. മാത്രമല്ല, പുസ്തകങ്ങൾ പുതിയ ചിന്തകൾ ഉദിപ്പിക്കുകയും മനസ്സിന് പുതിയ വഴികൾ കാണിക്കുന്നു. ജോർജ് മാർട്ടിൻ പറഞ്ഞതുപോലെ പുസ്തകം ഒരു അലങ്കാരമല്ല, അതൊരു ലോകമാണ്. അതിനാൽ നല്ല പുസ്തകങ്ങളുമായി ചേർന്നാൽ ജീവിതം മനോഹരമാകാതിരിക്കാൻ വഴിയില്ല. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.